പീഡന പരാതിയിൽ സിനിമയിൽ നിന്നുള്ള ഗൂഢാലോചന സംശയിച്ച് നടൻ നിവിൻ പോളി വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് ADGPക്ക് വെങ്കിടേഷ് എന്ന് പറയുന്ന ADGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് പരാതി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സിനിമയിൽ എന്നുള്ള സംശയമാണ്. തനിക്കെതിരെ പുറത്തു വന്ന പീഡനാരോപണം കെട്ടിച്ചമച്ചതാണെന്ന് നിവിൻ നൽകിയ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. സംഭവത്തിൽ താൻ നിരപരാധിയാണ്. ഈ പരാതിയുടെ ഉത്ഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. സിനിമാ മേഖലയിലുള്ളവർ കേസിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. കേസിൽ താൻ നിരപരാധിയാണെന്ന് പരാതിയിൽ നിവിൻ പോളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബലാത്സംഗ പരാതി കെട്ടിച്ചമച്ചതാണ്. സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള നീക്കം അന്വേഷിക്കണമെന്നുമാണ് പ്രധാനമായിട്ടും നിവിൻ പോളി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു നിവിൻ പോളിക്കെതിരെ യുവതി ഉന്നയിച്ച ആരോപണം. 6 പ്രതികളുള്ള കേസിൽ 6ാം പ്രതിയായാണ് നിവിൻ പോളിയെ പറഞ്ഞിരുന്നത്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് പോയ വർഷം ഡിസംബർ മാസത്തിലായിരുന്നു പീഡനം എന്നാണ് യുവതിയുടെ ആരോപണം. എന്തായാലും ആരോപണ വിധേയമായ നിവിൻ പോളി അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി താൻ നിരപരാധിയാണ്, തനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല, ഒറ്റയ്ക്ക് വന്നവനാണ് ഞാൻ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ വാചകത്തെ അനുസ്മരിക്കുന്ന രീതിയിലൊരു പത്രസമ്മേളനം നടത്തി യഥാർത്ഥ നായകനായി മാറിയിരിക്കുകയാണ് നിവിൻ പോളി. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നിവിൻ പോളിയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ഈ ഒരു പത്രസമ്മേളനം പോലും പ്രധാന ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിവിൻ പോളി കുറ്റക്കാരനാണോ അല്ലയോ എന്നത് എന്തായാലും പോലീസ് അന്വേഷിച്ച് കോടതിയുടെയൊക്കെ തീരുമാനത്തിൻ്റെ പുറത്ത് നമുക്ക് നോക്കാം. പക്ഷേ നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിവിൻ പോളി കൃത്യമായിട്ട് ഈ തെറ്റിൽ നിന്ന് ഈ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണോ? മാത്രമല്ല ആരായിരിക്കും നിവിൻ പോളിയെ കുടുക്കിയത്? സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ നിവിൻ പോളിയെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാണോ ഇത്? ഇതുമായുള്ള കൃത്യമായ തെളിവുകൾ നമുക്ക് വേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം.